ഓ ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വർഷത്തിലെ 24 ഏകാദശികളിൽ വെച്ച് ഏറ്റവും കഠിനമേറിയതും ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തിയുള്ളതുമായ നിർജ്ജല ഏകാദശിയാണ് ഈ വരുന്ന വ്യാഴാഴ്ച. ഈ ഒരു ദിവസത്തെ നമ്മൾ ആരും തന്നെ മിസ് ചെയ്യാൻ പാടില്ല. അത്രമാത്രം മഹത്തരമായിട്ടുള്ള ഏകാദശി. ആ ഏകാദശി വ്രതം എങ്ങനെ എടുക്കണമെന്നും അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇന്ന് ബെടാ മംഗൾവാറിൻ്റെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ്. ഇന്നുകൊണ്ട് നമ്മുടെ ബെടാ മംഗൾവാർ അവസാനിക്കുകയാണ്. ഒരുപാട് നന്മകൾ നൽകിയ, ഒരുപാട് പേർക്ക് അവരുടെ ആഗ്രഹ പൂർത്തീകരണം കൊടുത്ത ഒന്നാണ് ഈ ഒരു 8 ബെടാ മംഗൾവാർ എന്ന് പറയുന്നത്. ഇതുവരെ ആയിട്ടും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവസാനത്തെ ഇന്നത്തെ ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടുന്ന വളരെ ചെറിയ എളിയ പരിഹാരത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കാണാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുമാത്രവുമല്ല, ഞാനതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കുകയും കൂടി ചെയ്തേക്കാം. ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് 24 ഏകാദശികളാണ് വരുന്നത്. ആ 24 ഏകാദശികളിൽ വെച്ച് ഏറ്റവും കഠിനമായിട്ടുള്ളത് നിർജ്ജല ഏകാദശി. എന്തുകൊണ്ടാണ് ഈ ഒരു ഏകാദശി കഠിനമായത്? നിർജ്ജലം, അതായത് ജലം പോലും കുടിക്കാതെ നമ്മൾ ഈ ഒരു ഏകാദശി അനുഷ്ഠിച്ചാൽ വർഷത്തിലെ 24 ഏകാദശികളും ഒന്നിച്ചെടുത്ത ഫലവും, ചിലപ്പം നമ്മൾ അറിയാതെ ഏകാദശി തിഥികളിൽ അരിയാഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷവും നമ്മളിൽ നിന്ന് വിട്ടുപോകുമെന്നും ദീർഘ ആയുസ്സും കൈവല്യ പ്രാപ്തിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അത്രമാത്രം പരമ പവിത്രമായിട്ടുള്ള ഒന്നാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. ഞാൻ വർഷത്തെ നിർജ്ജലമായിട്ട് നോക്കുന്ന 3 ഏകാദശികളാണ്. ഒന്ന് നിർജ്ജല ഏകാദശി, മറ്റൊന്ന് ഗുരുവായൂർ ഏകാദശി, പിന്നെ ഒന്ന് വൈകുണ്ഠ ഏകാദശി. ഈ 3 ഏകാദശികൾ ഞാൻ നിർജ്ജലമായി ജലം പോലും കുടിക്കാതെയാണ് ഇത്രയും കൊല്ലം എടുത്തിട്ടുള്ളത്. മുന്നോട്ടും അതിനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും. അപ്പോൾ ആ 3 ഏകാദശികൾ എടുത്തില്ലെങ്കിൽ പോലും നിർജ്ജല ഏകാദശി മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടും. തികഞ്ഞ ഭക്തിയോടും വിശ്വാസത്തോടും ഭഗവാനെ നമ്മൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ ഒരു വ്രതം തീർച്ചയായിട്ടും എടുത്താൽ അതിൻ്റെ ഫലം നമുക്ക് ഉറപ്പായും ലഭിച്ചിരിക്കും. മക്കളുണ്ടാവാനും ദാമ്പത്യ സൗഖ്യത്തിനും സ്വന്തമായൊരു വീടിനും വാഹനത്തിനും അതേപോലെ ജോലി ലഭിക്കാനും വിവാഹം നടക്കാനും എന്നു വേണ്ട നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മുതൽ വലിയ വലിയ ആഗ്രഹങ്ങൾ വരെ ഭഗവാൻ നമുക്ക് സാധിച്ചു തരുന്നതാണ്. ഏതൊരു ഏകാദശിയും പോലെ തന്നെ ഈ ഏകാദശിക്കും ഒരു വ്രതകഥയുണ്ട്. വ്രതകഥ കേട്ടെങ്കിൽ അല്ലെങ്കിൽ വായിച്ചെങ്കിൽ മാത്രമേ ഏകാദശി വ്രതം പൂർണ്ണമാകൂ എന്നാണ് വിശ്വാസം. ഈ ഒരു നിർജ്ജല ഏകാദശിയുടെ കഥ എന്ന് പറയുന്നത്, ഭീമൻ ഒരിക്കൽ വ്യാസഭഗവാനോട് ഏകാദശി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് തൻ്റെ സഹോദരങ്ങളും ദ്രൗപദിയും അമ്മയുമെല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ടെന്നും തന്നോട് ഈ വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞ സമയത്ത് തനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കുന്നില്ലെന്നും, എന്നാൽ ഞാൻ ദാനം ചെയ്യുകയും ഭഗവാൻ അർച്ചന ചെയ്യുകയും മന്ത്രങ്ങൾ ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് നിരാഹാരം അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല. അപ്പം നിരാഹാരം അനുഷ്ഠിക്കാതെ എങ്ങനെ വ്രതമെടുക്കണമെന്ന് വ്യാസനോട് ഭീമന് ആവശ്യപ്പെടുകയാണ്. ഭീമൻ്റെ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി വ്യാസൻ പറഞ്ഞത്, നരകത്തെ വെറുക്കുകയും സ്വർഗത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഏകാദശി വ്രതങ്ങൾ എടുക്കാനാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഭീമൻ പറഞ്ഞു, ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നും, അതുകൊണ്ട് ഏതൊരു വ്രതം കൊണ്ട് മാത്രം തനിക്ക് മംഗളം ഭവിക്കുമെന്ന് പറഞ്ഞു തരണമെന്ന്, അതായത് ഏത് വ്രതം എടുത്താലാണ് തനിക്ക് മംഗളം ഭവിക്കുന്നത് എന്ന്. അതിന് മറുപടിയായി വ്യാസഭഗവാൻ ഭീമനോട് പറഞ്ഞു, മിഥുനമാസത്തിലെ ഏകാദശി വ്രതം അത് നിർജ്ജലമായിട്ട് നീ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് മംഗളം ഭവിക്കും.
കുളിക്കുന്നതിലൂടെയും ആചമനം ചെയ്യുന്നതിലൂടെയും മാത്രമേ നീ ജലം ആ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുമാത്രവുമല്ല, ആഹാരങ്ങൾ തീർത്തും ഉപേക്ഷിക്കണം. ജീവിതകാലം മുഴുവൻ ഈ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ സകല ഏകാദശി ദിവസങ്ങളിലും ആഹാരം കഴിച്ച പാപവും സകല ഏകാദശി വ്രതങ്ങളും എടുത്ത ഫലവും ലഭിക്കുമെന്ന് വ്യാസഭഗവാൻ ഭീമനോട് പറഞ്ഞു. അങ്ങനെ ഭീമൻ വ്യാസഭഗവാന്റെ ഉപദേശം സ്വീകരിച്ച് ജലപാനമില്ലാതെ ഈ ഒരു നിർജ്ജല ഏകാദശി വ്രതം എടുത്തു. ദ്വാദശി ദിവസം പുലർച്ചെ ഭീമൻ ബോധരഹിതനായി വീഴുകയും തുടർന്ന് പാണ്ഡവന്മാർ ഗംഗാജലം കൊടുത്ത് ഒപ്പം തീർത്ഥവും കൂടി, അതായത് തുളസി തീർത്ഥവും കൊടുത്തിട്ടാണ് ഭീമൻ്റെ ബോധക്കേട് മാറ്റിയതെന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പം ഈ ഒരു നിർജ്ജല ഏകാദശി വ്രതം ഞാൻ ജലം പോലും കുടിക്കാതെ എടുക്കണമെന്ന് നിങ്ങൾക്കൊരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവനവൻ്റെ ആരോഗ്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് ജലം കുടിക്കാതെ 2 ദിവസം ഇരുന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുന്നൊരു വ്യക്തിയല്ല. കാരണം ഞാൻ വളരെ കുറച്ച് വെള്ളം കുടിക്കുന്നൊരു വ്യക്തിയാണ്. അതെന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ, അങ്ങനെയാണ്. സമ്മർ സീസണിലൊക്കെ മാത്രമേ ഞാൻ അമിതമായിട്ടുള്ള വെള്ളമൊക്കെ കുടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു 3 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ കുടിച്ചു. അതത്ര നല്ല ശീലമാണെന്നല്ല പറയുന്നത്, പക്ഷേ എനിക്ക് എന്തോ ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജലം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞുള്ള ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല ഈ നിമിഷം വരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരസ്ഥിതി എങ്ങനെയാണ്, നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രം നോക്കിയേ നിങ്ങൾ നിർജ്ജലമായിട്ട് ഈ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിക്കാവൂ. അല്ലാത്ത പക്ഷം നമുക്ക് ജലം മാത്രം കുടിച്ചുകൊണ്ട് ഒരു ഭക്ഷണവും കഴിക്കാതെ ഈ ഒരു വ്രതം എടുക്കാവുന്നതാണ്. ഏകാദശി വ്രതം എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം. 3 ദിവസമാണ് നമ്മൾ എടുക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി. അപ്പോൾ ദശമി തിഥി നാളെ തുടങ്ങും, അതായത് ബുധനാഴ്ച. 2026 ജൂൺ മാസം 24 ബുധനാഴ്ച ദശമി തിഥി തുടങ്ങും. അന്ന് മുതൽ വെള്ളിയാഴ്ച വരെയാണ് നമ്മൾ തുടർച്ചയായ 3 ദിവസത്തെ വ്രതം എടുക്കേണ്ടത്. ഈ നിർജ്ജല ഏകാദശി വരുന്നത് നമുക്ക് വ്യാഴാഴ്ചയാണ്. അത് വിഷ്ണു ഭഗവാന് വളരെ പ്രിയപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ വളരെ വളരെ ഓസ്പീഷ്യസ് ആണെന്ന്. അപ്പം വ്രതം എടുക്കുന്നവരൊക്കെ നാളെ ദശമി തിഥിയിൽ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ 5 തിരിയിട്ട് ഈ ഒരു 3 ദിവസവും ബുധൻ, വ്യാഴം, വെള്ളി ഈ 3 ദിവസവും പൂജാമുറിയിൽ നിങ്ങൾ നിലവിളക്കിൽ 5 തിരിയിട്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തുന്നത് വളരെ ഉത്തമമാണ്. ആ നിമിഷം മുതൽ നമ്മൾ വ്രതം എടുത്ത് തുടങ്ങുകയാണ്. വ്രതം എടുക്കുമ്പം ഏത് രീതിയിൽ വ്രതം എടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ദശമി തിഥിയിൽ നമുക്ക് 1 നേരം അരിയാഹാരം കഴിക്കാം, ബാക്കി 2 നേരവും മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അരി ഒഴിച്ചുള്ള മറ്റെന്തെങ്കിലും കഴിക്കാം. ഏകാദശിയുടെ അന്ന് വ്യാഴാഴ്ചയും സൂര്യോദയത്തിന് മുൻപുണരണം. അതേപോലെ ദശമി തിഥിയിലും ഏകാദശി തിഥിയിലും ദ്വാദശി തിഥിയിലും 2 നേരവും തലയ്ക്ക് കുളിച്ച് വ്രതം എടുക്കാനായിട്ട് പറ്റുമെങ്കിൽ അത് ചെയ്യണം. ഇപ്പം മഴക്കാലമൊക്കെയാണ്, പനിയാണ്, ബുദ്ധിമുട്ടാണെന്നുള്ളവർ തല കഴുകണ്ട. ഏതെങ്കിലും ഒരു നേരം, അതിൽ രാവിലെ തല കഴുകി കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തല കഴുകി കുളിക്കണം. ഈ 3 ദിവസവും വീടിനടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു പെരുമാൾ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നതും വളരെ ഉത്തമമാണ്. അപ്പോൾ ഏകാദശിയുടെ അന്ന് നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നെറ്റിയിൽ ചന്ദനമൊക്കെ തൊട്ട് നമ്മുടെ വീട്ടിലുള്ള ഭഗവാന് തുടച്ച് പൊട്ടൊക്കെ തൊട്ട് തുളസിമാല, പ്രത്യേകിച്ച് നിർജ്ജല ഏകാദശിയുടെ അന്ന് ഭഗവാന് തുളസിമാല നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ കെട്ടിച്ചാർത്തുന്നത് വളരെ നല്ലതാണ്. വീട്ടിൽ തെച്ചിപ്പൂ ഉണ്ടെങ്കിൽ തെച്ചിയും തുളസിയും കൂടി ഇടകലർത്തി നമുക്ക് മാല കോർത്ത് ഭഗവാനിടാം. താമരപ്പൂവ് സമർപ്പിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഓം ക്ലീം കൃഷ്ണായ നമഃ എന്നുള്ള മന്ത്രം, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാന് തുളസി ഇലകൾ സമർപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്നും നമുക്ക് തുളസി ഇലകൾ പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തുളസി ഇലകൾ വീട്ടിൽ നിന്നും പറിച്ചും പൂജയ്ക്ക് ഉപയോഗിക്കുന്നവർ ഇന്ന് തന്നെ തുളസി ഇലകൾ പറിച്ച് വെള്ളം തളിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ വാടാതെ ഇരുന്നോളും. വാടിയാലും പ്രശ്നമില്ല, നമുക്ക് വാടിയ തുളസി ഇലയും പൂജയ്ക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ ഏകാദശിയുടെ അന്ന് തുളസി പൂജ ചെയ്യാനായിട്ട് മറക്കരുത്. വ്യാഴാഴ്ച രാവിലെ സൂര്യ ഉദയത്തിന് ശേഷം നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ ജലം എടുത്തിട്ട് അതിൽ 1 സ്പൂൺ പാലും കൂടി കലർത്തി ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ചൊല്ലി തുളസിച്ചെടിക്ക് സമർപ്പിച്ച് തുളസിച്ചെടിക്ക് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കണം. അതിനുശേഷം വൈകിട്ട് സൂര്യ അസ്തമയത്തിന് ശേഷം വേണം നമ്മൾ തുളസി ചുവട്ടിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ച് തുളസി ചെടിയെ തൊട്ട് പ്രാർത്ഥിക്കാൻ. ദീപധൂപ ആരതിയൊക്കെ എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പൂക്കളൊക്കെ തുളസി ചെടിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഏകാദശി ദിവസത്തെ തുളസി പൂജ, ഗോപൂജയൊക്കെ നമുക്ക് ഇരട്ടി ഫലം തരുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഉത്രട്ടാതി നക്ഷത്രത്തിലും പൂയം നക്ഷത്രത്തിലും ചെയ്യുന്ന അതേ ഗോപൂജ നമുക്ക് ഈ ഒരു ഏകാദശികളിലും ചെയ്യാവുന്നതാണ്.
അതേപോലെ തന്നെ ഏകാദശിയുടെ അന്ന് കഴിയുന്നതും എല്ലാവരും വീടിനടുത്തുള്ള കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാന് മഞ്ഞപ്പെട്ട്, തൃക്കൈ വെണ്ണ, അതേപോലെ നെയ് വിളക്ക് ഇതൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. പാൽപായസം സമർപ്പിക്കാവുന്നതാണ്. അതേപോലെ അന്നത്തെ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ഭഗവാന് ക്ഷേത്രത്തിൽ തുളസിയില മാല, താമരപ്പൂവ്, ചെത്തിപ്പൂവ് ഇതൊക്കെ സമർപ്പിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം പോയി ഭഗവാനെ കാണുന്നത് വളരെ ഉത്തമമാണ്. നാരായണീയം ജപിക്കാം, ഭാഗവതം, ഭഗവത്ഗീത ഇതൊക്കെ പാരായണം ചെയ്യാവുന്നതാണ്. നാരായണീയം കയ്യിലുള്ളവരാണെങ്കിൽ ഗജേന്ദ്ര മോക്ഷം അത് പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും നമുക്ക് നാരായണീയത്തിലെ ഗജേന്ദ്ര മോക്ഷം ഏകാദശി ദിവസം നമുക്ക് വായിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ഒരു ഏകാദശി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്നുള്ളതും കൂടി ഞാനൊന്ന് പറയാം. ഏകാദശി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് നാളെ ബുധനാഴ്ച വൈകിട്ട് 6:12 ആരംഭിച്ചിട്ട് വ്യാഴാഴ്ച രാത്രി 8:12 കൂടിയിട്ടാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത്. അപ്പോൾ കണക്ക് പ്രകാരം വ്യാഴാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഏകാദശി തിഥിയാണ് ഉള്ളത്. സോ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഏകാദശി വ്രതം എടുക്കണം. അതേപോലെ പകൽ ഉറങ്ങാൻ പാടില്ല. മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കാനോ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും പാടുള്ളതല്ല. ഒരു മന്ത്രങ്ങളും നമുക്ക് ചൊല്ലാൻ അറിയില്ല. നാരായണീയം, ഭാഗവതം ഇതൊന്നും അറിയില്ലെങ്കിലും ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഹരേ രാമ മന്ത്രങ്ങൾ ജപിക്കുക. ഇനി ഭക്ഷണം കഴിക്കണം, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മെഡിസിൻ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നെല്ലുകൊണ്ട് അരി കൊണ്ടുള്ള കംപ്ലീറ്റ് വസ്തുക്കളും അവോയ്ഡ് ചെയ്യണം. അത് ഏതൊരു ഏകാദശിയിലും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. പകരം ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ പുഴുങ്ങി കഴിക്കാവുന്നതാണ്. കപ്പ, സ്വീറ്റ് പൊട്ടറ്റോ. ചിലർക്ക് ഗ്യാസ് കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. ഇനിയിപ്പം എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർ നോൺ വെജും അരിയും ഒഴിച്ചുള്ള എന്തെങ്കിലും ഭക്ഷണം ഏകാദശി ദിവസം നമ്മൾ, പ്രത്യേകിച്ച് നിർജ്ജല ഏകാദശി ദിവസം നമ്മൾ അരി ഭക്ഷണം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സാബുദാനയൊക്കെ വാങ്ങിച്ച്, ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള ദിവസങ്ങളിൽ സാബുദാന കൊണ്ടുള്ള കിച്ചടി ഉണ്ടാക്കിയിട്ടാണ് ഇവിടെയുള്ളവരൊക്കെ കഴിക്കുന്നത്. അതായത് നമ്മുടെ ഉപ്പുമാവ് പോലെ തന്നെ. അപ്പം നമുക്ക് എന്താണോ പറ്റുന്നത് അതനുസരിച്ചുള്ള ഫുഡ് കഴിച്ച് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ വ്രതം എടുക്കാൻ സാധിച്ചില്ലെങ്കിലും നോൺ വെജ് ഒഴിവാക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഭഗവാന് എന്തെങ്കിലും വഴിപാടുകൾ കഴിപ്പിക്കുക, ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ജപിക്കുക. അതേപോലെ വ്യാഴമാറ്റ സമയത്ത് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് കഴിയുന്നത്ര നമ്മൾ ജപിക്കാനായിട്ട് ശ്രമിക്കാം. മഹാദ്വാദശി വ്രതമെന്നും ഇതിനെ നമ്മൾ പറയാറുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വ്രതം അവസാനിപ്പിക്കേണ്ടത്, പാരണ വീഴേണ്ടുന്ന സമയം എന്ന് പറയുന്നത് 2026 ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 5:25 മുതൽ 8:13 വരെയുള്ള സമയത്താണ്. ഈ ഒരു ദ്വാദശി തിഥിയുടെ അവസാനം എന്ന് പറയുന്നത് ജൂൺ 26-ാം തീയതി രാത്രി 10:22 നമ്മൾ പാരണ വീഴേണ്ടുന്ന സമയം എന്ന് പറയുന്നത് 5:25 മുതൽ 8:13 വരെയുള്ള സമയത്താണ്. ആ ഒരു സമയത്ത് പാരണ വീടാവുന്നതാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പാരണ വീടുന്നതിന് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിച്ചോ വീട്ടിൽ തുളസിയിലിട്ട് ജലം കുടിച്ചോ നമുക്ക് പാരണ വീടാവുന്നതാണ്. അപ്പം എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും നമുക്കതിൻ്റെ ഫലം പൂർണ്ണമായിട്ടും ലഭിച്ചിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.